തർക്കം? ഇനി എവിടെയാണ് നമുക്ക് സംശയം? കാരണം ഇവിടെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് രാമചന്ദ്രൻ, കുഞ്ഞനന്ദൻ, ട്രൗസർ മനോജ് ഒക്കെ ഈ CPM-ൻ്റെ ആളുകളാണ്. ഇപ്പോൾ അഡീഷണലായിട്ട് അന്നത്തെ ഏരിയ കമ്മിറ്റി, ഇന്ന് അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന KK കൃഷ്ണൻ, പിന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ജ്യോതി ബാബു, ഈ 2 പേര് CPM-ൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. KK കൃഷ്ണൻ എന്ന് പറയുന്ന ഒഞ്ചിയം ഏരിയയിലെ CPM-ൻ്റെ പ്രധാന നേതാവാണ്. ആ നേതാവാണ് ചന്ദ്രശേഖരൻ്റെ തല പൂക്കുല പോലെ തെറിക്കുമെന്ന് പ്രസംഗിച്ചത്. അപ്പോൾ അദ്ദേഹം വിറ്റുപോകുന്നത് ഞങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു, കൃഷ്ണൻ ഇതിനകത്തുള്ള പങ്ക്. അതുകൊണ്ടാണ് എൻ്റെ കേസ് അതായിരുന്നു, വിട്ടുപോയ ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി. അതിൽ 2 പേരെ അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്നു. ഈ കേസിൽ തന്നെ അവിടെ വിചാരണ കോടതിയിൽ പോലും കേസ് CPM ആണ് നടത്തിയത്. അതിൽ എല്ലാ നേതാക്കന്മാരും പങ്കുണ്ട്. അവർ പ്രത്യേക ചാർജ് കൊടുത്തുകൊണ്ടാണ് അവിടെ കോടതിയിലുണ്ടായിരുന്നത്. ഇവരുടെ കൊടിസുനി ഉൾപ്പെടെയുള്ള ഈ ക്രിമിനൽ സംഘത്തിൻ്റെ മുഴുവൻ വക്കീലന്മാരും ഒരേ വക്കീലന്മാരാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അവരുടെ വക്കീൽ തന്നെയാണ് ഈ ഗൂഢാലോചനയിലെ ഈ പ്രതികളുടെ വക്കീലും. അത് മേൽനോട്ടം വഹിക്കുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരൻ മാഷ് എല്ലാ ദിവസവും ഈ കോടതിയിൽ ഹാജരായിരുന്നു. എല്ലാ ദിവസവും. എന്തിനാണ് വന്നത്? പാർട്ടിക്ക് പങ്കില്ല, എന്തിനാണ് ഈ ചാർജ് കൊടുത്തിട്ട് അവർ സ്ഥിരം ഇവിടെ വരുന്ന ആവശ്യം? ഈ കൊലയാളികൾ കൂടി വേണ്ടിയിട്ടാണല്ലോ ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരാശ്വാസമുണ്ട്. വേദനകൾ, ഒരുപാട് വേദനകൾ അനുഭവിച്ചാണ് പോകുന്നത്. ആ വേദനയ്ക്കിടയിൽ കിട്ടുന്നൊരു വലിയ ആശ്വാസമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാരോട് തീർച്ചയായിട്ടും അവർ ഈ സത്യം തിരിച്ചറിഞ്ഞു എന്നതിൽ എനിക്ക് മാത്രമല്ല, കേരളത്തിൽ നീതി തേടുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു ആശ്വാസം കൂടിയാണ്. കോടതികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്